2024-25 വർഷത്തെ നമ്മുടെ മക്കൾ പ്രയത്നിച്ച് അവർ നേടിയെടുത്ത അവരുടെ ആ വിജയ തിളക്കം അത് അർഹിക്കുന്ന വിധത്തിൽ ഒരു അനുമോദന ചടങ്ങ് ഞങ്ങൾ അവർക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കിയതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു. 18 കുട്ടികളാണ് SSLC എഴുതിയത്. അതില് ആരെങ്കിലും ഒന്ന് ചെറുതായിട്ട് പാളിപ്പോയാൽ ഞങ്ങളുടെ ശതമാനം 95% താഴ്മായിരുന്നു. പക്ഷേ ഞങ്ങളുടെ മക്കൾ അതൊന്നുമില്ലാതെ ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പരിശ്രമിച്ച് നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് അവർ അർഹിക്കുന്ന ഒരു വിജയം 100% ഞങ്ങൾക്ക് നേടിത്തന്നു. കഴിഞ്ഞ 6 വർഷമായിട്ട് 100%-ന്റെ തിളക്കത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. ചടങ്ങുകൾ ചെറിയതാണെങ്കിലും സദസ്സ് ചെറിയതാണെങ്കിലും മുഹൂർത്തം വളരെ സന്തോഷകരമായ സന്തോഷം മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഹൂർത്തമാണ്. ഈ വേദിയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനിയായ HM ജയശ്രീ ടീച്ചറെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന സ്കൂളിന്റെ അഭിമാനമായി മാറിയ 2024 SSLC ബാച്ചിലെ ഞങ്ങളുടെ എല്ലാ കുട്ടികളെയും അതുപോലെ രക്ഷിതാക്കളെ നിങ്ങളോട് എന്നിൽ അർപ്പണമായ കർത്തവ്യം എന്ന് പറഞ്ഞാൽ സ്വാഗതം ചെയ്യലാണ്. പക്ഷെ വെറും ഒരു സ്വാഗതം ചെയ്യാൻ മാത്രമല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഒരു ആശംസാ പ്രസംഗത്തിന് എനിക്ക് വേദിയില്ല. അപ്പൊ അതുകൊണ്ട് നന്ദിയും ആശംസയും സ്വാഗതവും എല്ലാം ഒരുമിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും സന്തോഷകരമായ അല്ലെങ്കിൽ അഭിമാനം തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ കടന്നു വരുന്നത്. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ 6 വർഷങ്ങളായി 100% വിജയം ഞങ്ങളുടെ സ്കൂളിൽ നേടിത്തന്നിട്ടുണ്ട് കുട്ടികൾ. അതിൽ കുട്ടികളോടും അധ്യാപകരോടും രക്ഷിതാക്കളോടും എല്ലാം ഞങ്ങൾ കടപ്പെട്ടിരിക്കാം. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ എന്റെ കുട്ടികളോട് നന്ദി പറയാണ്. ഈ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കാൻ എന്നെ പ്രാപ്തയാക്കിയതിന് ഞാൻ ഈ കുട്ടികളോടും അതോടൊപ്പം രക്ഷിതാക്കളോടും അതിലൊക്കെ ഉപരിയായിട്ട് എന്റെ സഹപ്രവർത്തകർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. പലപ്പോഴും ഞങ്ങൾ കുട്ടികൾ ഇങ്ങനെ തോൽക്കും എന്നുള്ള ഒരു വിചാരത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ ഹാഫ്ഇയർലി പരീക്ഷകൾ കഴിഞ്ഞ് മാർക്ക് ലിസ്റ്റൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടുണ്ട്. കിട്ടില്ലേ 100% നമുക്ക് ഉണ്ടാവില്ലേ എന്നുള്ള രക്ഷിതാക്കളേക്കാൾ കൂടുതൽ ആശങ്ക ഞങ്ങളുടെ ഓരോ ടീച്ചേഴ്സിനോട് ഉണ്ടായിട്ടുണ്ട്. അതിനെ ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ എന്റെ കൂടെ ഇതിനെല്ലാം നിന്ന എന്റെ സഹപ്രവർത്തകരോട് ഒരുപാട് നന്ദി എനിക്ക് പറയാനുണ്ട്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാണ്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ എത്തിച്ചേർന്ന ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ പ്രിയങ്കരിയായ പ്രസിഡന്റ് സിനോബിയ, അതുപോലെ 19ാം വാർഡ് മെമ്പർ ഷിജില്, പൂർവ്വ വിദ്യാർത്ഥിയും എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ഏതൊരു അവസരത്തിൽ എന്തിനു വിളിച്ചാലും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ വാർഡ് മെമ്പറും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഷിജില്, പിന്നെ എല്ലാത്തിനും ഉപരി ഞങ്ങളുടെ PTA പ്രസിഡന്റ് മുസ്തഫ. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് വളരെ സങ്കടകരമായ ഒരു ദിവസം കൂടി ഇന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞ PTA ജനറൽ കൂടിയാണ്. ഇന്ന് ഈ വേദിയും അതുപോലെ ഇങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ ഞങ്ങളെ എത്തിച്ചതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ മുസ്തഫയാണ്. ഒരു പക്ഷേ ഒരു PTA പ്രസിഡന്റ് എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് മുസ്തഫ തന്നെയാണ്. കാരണം ഏകദേശം 30 വർഷത്തോളം ഞാൻ ഈ സ്കൂളിൽ സർവീസ്, എനിക്ക് 30 വർഷം, ഇത് ഇപ്പം 30ാമത്തെ വർഷമാണ് ഞാൻ ഈ സ്കൂളിൽ നിൽക്കുന്നത്. ഈ 30 വർഷങ്ങളിലും എന്റെ മുന്നിലൂടെ ഒരുപാട് PTA പ്രസിഡന്റുമാർ കടന്നുപോയിട്ടുണ്ട്. ഒരുപാട് PTA പ്രസിഡന്റുമാർ പലവരെയും ഞാൻ ഓർക്കുന്ന പോലില്ല. കാരണം അത്രത്തോളം അവർ സ്കൂളിലേക്ക് അധികം കാണാറില്ല, സംസാരിക്കാറില്ല, ടീച്ചേഴ്സുമായിട്ട് ബന്ധം പുലർത്താറില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ കുറെ കാലം കഴിഞ്ഞിരുന്നു. എന്നാൽ
മുസ്തഫ PTA പ്രസിഡന്റ് ആയതിനു ശേഷമാണ്, അന്ന് ഞാൻ HM അല്ല, ഞാൻ ഇവിടെ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ മുസ്തഫ ഇവിടുത്തെ PTA പ്രസിഡന്റ് ആണെന്ന് ഷിഫാൻ 8ാം ക്ലാസ്സിൽ വന്നത് തൊട്ട് ഈ 3 കൊല്ലവും മുസ്തഫ PTA പ്രസിഡന്റ് ആയിട്ട് തന്നെ ഇവിടെ തുടരുന്നുണ്ട്. അപ്പൊ അതിനുശേഷമാണ് മുസ്തഫയുമായിട്ട് ഇത്രയും അധികം ഒരു ബന്ധം സ്ഥാപിക്കാനും അതുപോലെ തന്നെ സ്കൂളിന്റെ ഏതൊരു കാര്യം, ഒരു നിസ്സാരം ഒരു കുട്ടികൾ ഹോസ്പിറ്റലിൽ പോണെങ്കിൽ ആദ്യം വിളിക്കുന്നത് മുസ്തഫയാണ്. എന്തിനും ഒരു പരിഹാരം എന്ന രീതിയിൽ മുസ്തഫ എപ്പോഴും ഉണ്ട്. ആ മുസ്തഫയെയും അതുപോലെ നമ്മുടെ OSAയുടെ പ്രസിഡന്റ് ഹമീദലി നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ്. PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെല്ലാം ഞാൻ ഇതോടൊപ്പം മുസ്തഫയെ പറഞ്ഞതോടൊപ്പം തന്നെ മുസ്തഫയ്ക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ എല്ലാ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹമീദലി വൈസ് പ്രസിഡന്റ് ആണ്, MTA പ്രസിഡന്റ് സുബൈദ, പിന്നെ എന്നും നമ്മുടെ താങ്ങും തണലുമായി നിന്ന OSA ഭാരവാഹികൾ, OSA സെക്രട്ടറി അനൂപ്, ഇന്ന് കുട്ടികൾക്ക് എന്താ പറയാ മൊമെന്റോകളൊക്കെ സ്പോൺസർ ചെയ്ത AMCCയിലെ പ്രതിനിധി മുസ്തഫ, പിന്നെ മെമ്മറീസ് 94 നമ്മുടെ നല്ലൊരു വിശാലമായ ലൈബ്രറി നമുക്ക് തന്ന മെമ്മറീസ് 94 എന്ന പൂർവ്വവിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധിയായ മജീദ്, പിന്നെ നമ്മുടെ കുഞ്ഞാപ്പുണ്യൊക്കെ, അങ്ങനെ വേദി, പിന്നെ അനൂപിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലെ, അനൂപിനെ കുറിച്ച് എനിക്ക് ഓർമ്മയില്ലാതൊക്കെ പറഞ്ഞ എന്തായാലും വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളും അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഈ നമ്മുടെ 10ാം ക്ലാസ്സിലെ അഭിമാനമായി തീർന്ന ഈ വിദ്യാർത്ഥികളും പിന്നെ നമ്മുടെ പ്രിയങ്കരായ രക്ഷിതാക്കളും പിന്നെ ഇപ്പൊ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഏറെ പ്രിയപ്പെട്ട എന്റെ കുട്ടികള് സഹപ്രവർത്തകര് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ കാര്യപരിപാടി നിയന്ത്രിക്കാൻ വേണ്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ മുസ്തഫ ബാബുവിനെ ക്ഷണിക്കുന്നു. നാൽപ്പത്തി 41ാമത്തെ വർഷത്തിലേക്കാണ് നമ്മുടെ ഈ സ്ഥാപനം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ പഴയകാല പ്രതാപം നഷ്ടപ്പെട്ടു എന്ന് പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും, കുട്ടികളുടെ ഒരു ക്വാളിറ്റി നമുക്ക് കുറവുണ്ട്. എന്നിരുന്നാലും നമ്മുടെ മികവ്, നമ്മുടെ ഉള്ള കുട്ടികൾ ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. നമുക്ക് 6 വർഷം മികച്ച വിജയം തന്നവരാണെങ്കിൽ ഇനി വരാൻ പോകുന്ന വർഷത്തിലും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളിൽ നിന്നും നമുക്ക് തീർച്ചയായും ആ വിജയം പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി അവരുടെ ഭാഗത്ത് നിന്ന് വേണ്ടുന്ന രീതിയിലുള്ള കരുതലുകൾ ഉണ്ടാകും. ഈ അനുമോദന ചടങ്ങ് മറ്റുള്ളവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കും കൂടി ഉൾക്കൊള്ളണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അവരോട് പറയാനുള്ളത്. അടുത്ത വർഷം ദൈവം സഹായിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു വേദിയാവും ഇവിടെ ഒരുങ്ങുക. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സെനവിയ അവരെ വളരെ ആദരവോടെ സന്തോഷത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് കൂടിയായ ബാബു, പ്രിയപ്പെട്ട ടീച്ചർ ഉൾപ്പെടെയുള്ള അധ്യാപകര്, PTA വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, കുട്ടികൾ, മുമ്പ് സംസാരിച്ചവരത്തെ പോലെ തന്നെ വളരെയധികം സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് കുട്ടികളുടെ എണ്ണത്തിലല്ല, നേരത്തെ ടീച്ചർ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളുടെ കാര്യത്തിൽ അതല്ലെങ്കിൽ ഇത്ര എണ്ണം കുറവ് എന്നുള്ളതല്ല, നിലവിലുള്ള കുട്ടികളെ മികച്ചതാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും സന്തോഷകരമായ കാര്യം. നമ്മൾ ഒരുപാട് മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ടീച്ചേഴ്സിനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അവർക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കാൻ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു അപര്യാപ്തതയിലൊക്കെ ഇതിലേക്കൊക്കെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമാണ്. അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് രക്ഷിതാക്കളെയാണ്. കാരണം നിങ്ങൾ ഇവിടുത്തെ സൗകര്യങ്ങളെയോ വേറുള്ളതൊന്നല്ല, നിങ്ങളെ കുട്ടികളെ ഇവിടുത്തെ അധ്യാപകരെ വിശ്വസിച്ചാണ് നിങ്ങളോട് ഏൽപ്പിച്ചത്. ആ ഒരു നീതി 100% നിങ്ങളോട് പുലർത്താൻ ഇവിടുത്തെ അധ്യാപകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് പലപ്പോഴും കുട്ടികൾക്കും നല്ല ഉയർന്ന നിലയിൽ എത്താൻ കഴിയട്ടെ എന്നും അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ PTA പ്രസിഡന്റ് വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ നമ്മൾ അറിയുന്നതാണ്. അപ്പൊ അതേപോലെ ഇനി തുടർന്ന് വരുന്ന ആളുകൾക്കും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ അധ്യാപകരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു
മനോഹരമായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു. അടുത്തതായി നമ്മുടെ ഈ വിജയിച്ച കുട്ടികൾക്കും അതുപോലെ സ്കൂളിനൊക്കെ ഉള്ള ഉപഹാര സമർപ്പണമാണ് നടക്കുന്നത്. 6 വർഷമായി നമ്മുടെ സ്കൂളിന് 100% വിജയം കൈവരിച്ചിട്ടുണ്ട്. അതിന് ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് 100% കരസ്ഥമാക്കിയ എയ്ഡഡ് സ്കൂളുകൾക്ക് ലഭിച്ചിട്ടുള്ള ഉപഹാരം നൽകുന്നത് നമ്മുടെ ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിനൂബിയ, അത് സ്വീകരിക്കുന്നത് PTA പ്രസിഡന്റ് മുസ്തഫ ബാബു and അച്ഛൻ. അടുത്തതായി മെമ്മറീസ് 94 സ്കൂളിൽ നൽകുന്ന 100% വിജയം കരസ്ഥമാക്കിയതിന് സ്കൂളിൽ നൽകുന്ന ഉപഹാരമാണ്. അതിന് മെമ്മറീസ് 94 ഭാരവാഹികളെ ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കുന്നത് PTA പ്രസിഡന്റ് and അച്ഛൻ. അടുത്തതായി മെമ്മറീസ് 94 നമ്മുടെ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് നൽകുന്ന ഉപഹാരമാണ്. ഫുൾ A+ നേടിയ ഷിഫാന ഷെറി. കൂടി വിജയിച്ച നിഷാൻ അഹമ്മദ്, ലിയ ജെന്നസ്. A+ കൂടി വിജയം കൈവരിച്ച നിഷാൻ അഹമ്മദ്. അടുത്തത് KMCC നൽകുന്ന നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന ഉപഹാര സമർപ്പണമാണ്. അതിന് KMCC ഭാരവാഹി മുസ്തഫയെ ക്ഷണിക്കുന്നു. ഫുൾ A+ നേടിയ ഷിഫാന ഷെറി. 7 A+ കൂടി വിജയിച്ച ലിയ ജെന്നസ് KMCC നൽകുന്ന ഉപഹാരം അത് നൽകുന്നത് ഷെരീഫ്, KMCC ഭാരവാഹി ഷെരീഫ്. അഞ്ച് A+ കിട്ടിയ ഷാൻ അഹമ്മദ്, നിഷാൻ അഹമ്മദ്. അടുത്തത് കുഞ്ഞാപ്പുള്ളി ഹാജി മെമ്മോറിയൽ ഉപഹാരമാണ് നൽകുന്നത്, എൻഡോവ്മെന്റ്. അത് നൽകുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിനോബി. ഫുൾ A+ നേടിയ ഷിഫാന ഷെറി. A+ നേടിയ ലിയ ജെന്നസ്. നാസർ കരിക്കപ്പാറ സ്പോൺസർ ചെയ്ത ഉപഹാരമാണ്. അത് നൽകുന്നത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് സിനോബി. അടുത്തത് ഷാഹിദ് മെമ്മോറിയൽ ഉപഹാരമാണ്, എൻഡോവ്മെന്റ് ആണ്. നമ്മുടെ UP സ്കൂളിലെ സുലൈഖ ടീച്ചറുടെ മകനായിരുന്നു. അവരുടെ ഓർമ്മക്കായി സുലൈഖ ടീച്ചർ നൽകുന്ന ഉപഹാരം ഫുൾ A+ നേടിയ
ഷിബാന ഷെറി നൽകുന്നത് പ്രസിഡന്റ്. ലിയ ജെന്നസ്. ഇനി വിജയിച്ച കുട്ടികൾക്കുള്ള നമ്മുടെ PTA ആൻഡ് സ്റ്റാഫ് നൽകുന്ന ഉപഹാരമാണ്. അത് നൽകുന്നത് ഫുൾ എ പ്ലസ് PTA പ്രസിഡന്റ്. ഫുൾ എ പ്ലസ് നേടിയ കുട്ടിക്ക് ഷിബാന ഷെറി അത് നൽകുന്നത് നമ്മുടെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. നമ്മുടെ PTA പ്രസിഡന്റ് ബാബുവിന്റെ മകൾ തന്നെയാണ് ഷിബാന ഷെറി. നല്ലൊരു മുഹൂർത്തമാണ്. ലിയ ജെന്നസ്. നമ്മുടെ സ്കൂളിൽ നിന്ന് വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും ഉപഹാരം നൽകുന്നത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ഷിജിൽ, ഷാൻ അഹമ്മദ്, നിഷാൻ അഹമ്മദ്. അടുത്തത് ഹാജിഷ പർവി നൽകുന്നത് നമ്മുടെ PTA വൈസ് പ്രസിഡന്റ്. PTA വൈസ് പ്രസിഡന്റ് ഹമീദ് അലി. ഫസ്ന ഉപഹാരം നൽകുന്നത് PTA എക്സിക്യൂട്ടീവ് മെമ്പർ കുഞ്ഞാക്കുട്ടിയാണ്. ശിവപ്രസാദ് ഉപഹാരം നൽകുന്നത് OSA സെക്രട്ടറി അനൂപ്. ഹിബ തസ്ലീം ഉപഹാരം നൽകുന്നത് മെമ്മറീസ് 94 ഭാരവാഹി ശ്രീ മജീദ്. അടുത്തത് നിമ ഉപഹാരം നൽകുന്നത് വ്യാസ് പ്രസാദ്. മിനി ടീച്ചർ. മുഫീദ വ്യാസ് സാർ നൽകുന്നു. അടുത്തത് ഉപഹാരം നൽകുന്നത് ഗീത ടീച്ചർ. അടുത്തത് ഫാത്തിമ ഫിദ ഉപഹാരം നൽകുന്നത് ആബിദ ടീച്ചർ. അടുത്തത് ഫാത്തിമ സിദ ഉപഹാരം നൽകുന്നത് നമ്മുടെ മദേഴ്സ് PTA പ്രസിഡന്റ് ശ്രീമതി സുബൈദ.
അടുത്തത് റുക്സാന തസ്ലീം. ഉപഹാരം നൽകുന്നത് നമ്മുടെ സഹോദര സ്ഥാപനമായ UP സ്കൂളിലെ PTA പ്രസിഡന്റ് ശ്രീമതി ഹാജറ. അടുത്തത് ഷഹാന. എക്സിക്യൂട്ടീവ് മെമ്പർ അവളുടെ ഉമ്മ തന്നെയാണ് റഹ്മ. അടുത്തത് മുഹമ്മദ് ഷാൻ, നമ്മുടെ PTA എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ ജംഷീന നൽകുന്നത് അവന്റെ ഉമ്മ തന്നെയാണ് ജംഷീന. അടുത്ത മുഹമ്മദ് തോലെ, ഉപഹാരം നൽകുന്നത് നമ്മുടെ PTA എക്സിക്യൂട്ടീവ് മെമ്പർ മണികണ്ഠൻ. അടുത്തത് മുസ്തഫ നസീം. ഈ ഉപഹാരം നൽകുന്നത് നമ്മുടെ PTA അംഗം സുനിൽ കുമാർ. അടുത്തത് ഉപഹാര സമർപ്പണ വേദി ഇവിടെ അവസാനിച്ചു. ഇനി അടുത്തത് ആശംസ അറിയിക്കുന്ന ചടങ്ങാണ്. നമ്മുടെ കുട്ടികൾക്ക് ആശംസ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആറവനാട് പഞ്ചായത്ത് 19ാം വാർഡ് മെമ്പർ ശ്രീജിൽ തുടർച്ചയായ വർഷങ്ങളിൽ നമ്മുടെ സ്കൂളിൽ 100% വിജയം കൈവരിച്ചുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത സ്കൂളുകൾക്ക് വരെ മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ സ്കൂളിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ സന്തോഷ നിമിഷത്തിൽ ഈ പ്രിയപ്പെട്ട കുട്ടികളെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ സംഘടിപ്പിച്ച PTA-ക്കും അതുപോലെ അധ്യാപകർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതോടൊപ്പം നമ്മുടെ വിജയിച്ച മുഴുവൻ കുട്ടികളും അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം കൈവരിച്ചുകൊണ്ട് ഇന്നത്തെ തലങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് മുസ്തഫ ബാബു, സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയായിട്ട് ജെസ്സി ടീച്ചർ, PTA എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ, രക്ഷിതാക്കൾ, കുട്ടികൾ, വളരെ അഭിമാനകരമായ ഒരു നിമിഷം നടന്നുകൊണ്ടിരുന്നത്. സ്കൂളിന് ആറാം വർഷവും ഫുൾ A+ വന്ന് സ്കൂളിൻ്റെ അഭിമാനം കാത്തുരക്ഷിച്ച മക്കളോടാണ് പറയാനുള്ളത്. നിങ്ങൾ അടുത്തത് നമ്മുടെ OSA സെക്രട്ടറി ശ്രീരാജൻ. മഹത്തായ ഈ അനുമോദന ചടങ്ങിന്റെ അധ്യക്ഷൻ മുസ്തഫ ബാബു, സ്വാഗത പ്രസംഗിക ജെസ്സി ടീച്ചർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിച്ച ആറാട് പഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് സിനോബിയ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നല്ലവരായ വ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നമുക്കറിയാം തുടർച്ചയായി 6 വർഷവും നമുക്ക് 100% വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രയത്നം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മുടെ അധ്യാപകരുടെ വലിയ തോതിലുള്ള ഒരു ഇടപെടലുകൾ, നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് 4 മണിക്ക് ശേഷം ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെ വീണ്ടും ഇരുത്തി അവർക്ക് വേണ്ട ചായയും മധുരപലഹാരങ്ങളും ഒക്കെ നൽകി അവരെ നല്ല പഠിപ്പിച്ച് വേണ്ട മോട്ടിവേഷൻ കൊടുത്ത് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുന്നതിന് വേണ്ടി നമ്മുടെ ZMHSലെ ഈ അധ്യാപകർ നടത്തിയ പ്രയത്നം നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരു സ്കൂളിലെ അധ്യാപകരും നടത്തിയിട്ടില്ല എന്ന് തുറന്നു പറയാൻ ഈ ഒരു നിമിഷം ഞാൻ ഉപയോഗപ്പെടുത്താം.
അതുകൊണ്ട് തന്നെ പറയാതെ പോയാൽ അത് ചിലപ്പം അധിക പ്രസംഗമാകും. അതുകൊണ്ട് നമ്മുടെ പുസ്തകം, അതായത് നമ്മുടെ ബാബുക്കാന്ന് വിളിക്കല് മൂപ്പര് വളരെ നല്ല രീതിയിൽ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. വളരെ നല്ല പ്രയത്നം ഈ സ്കൂളിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. തുടർന്നും വരുന്ന ആള് രക്ഷിതാവ് വീട്ടിൽ പ്രസിഡന്റായി വരുന്ന ആള് തുടർന്നും ഈ ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകണമെന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ കുട്ടികളെ അനുമോദിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി നമുക്ക് ആശംസ അറിയിച്ച് സംസാരിക്കുന്നത് PTA എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ മണികണ്ഠൻ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷം ഫുൾ എ+ഉം അതുപോലെ അതോടുകൂടി ഒരുപാട് വിജയശതമാനം കൈവരിച്ച കുട്ടികൾക്കും ആശംസ അർപ്പിക്കുകയാണ്. പിന്നെ അടുത്തതായി ആശംസ അറിയിക്കുന്നത് സീനിയർ ടീച്ചർ വ്യാസ്കർ സാർ. വേദിയിലും സദസ്സുകളായിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, വളരെ സന്തോഷപൂർവമായ നിമിഷമാണ്. അവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞ ബാച്ചിലെ ആ കുട്ടികളുമായിട്ട് നല്ല ബന്ധമാണ്. കഴിഞ്ഞ വർഷം ഇവിടെ രണ്ടാമത് വന്ന് ജോയിൻ ചെയ്തത് നല്ലൊരു ബാച്ചായിരുന്നു. എല്ലാവർക്കും നല്ല റിസൾട്ട് അവർ ഉണ്ടാക്കി തരുന്നു. നമുക്ക് നല്ലൊരു റിസൾട്ട് സ്കൂളിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അതിന് എല്ലാവിധ ആശംസകളും ഭാവിയിൽ അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മെമ്മറീസ് 94 ഭാരവാഹി ശ്രീ മജീദ്. ഒരുപാടൊന്നും പറയുന്നില്ല. ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് എല്ലാവരും ഉള്ളത്. തുടർച്ചയായ 6ാമത്തെ വർഷവും ഈ സ്കൂളിൽ 100% വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഈ രീതിയിലേക്ക് പ്രാപ്തരാക്കി ഞങ്ങളുടെ അധ്യാപകർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വർഷം 100% വിജയം കൈവരിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എൻ്റെ എൻ്റെ പേരിലും മെമ്മറീസ് 94 പേരിലും എല്ലാവിധ നന്മകളും ആശംസകളും ലഭിക്കുന്നു. അടുത്തതായി നമ്മുടെ സ്കൂളിൽ 7 വർഷമായി PTA എക്സിക്യൂട്ടീവ് മെമ്പറായി 3 വർഷം, അതിൽ 3 വർഷം നമ്മുടെ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും ടീച്ചർ പറഞ്ഞു എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ട് നമ്മോടൊപ്പം നിന്ന നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ PTA പ്രസിഡന്റ്, അദ്ദേഹം ഈ ഒരു വർഷത്തോടു കൂടി ഈ ഒരു ഭാരവാഹി എന്ന നിലയിൽ സ്ഥാനം ഒഴിയാണ്. അദ്ദേഹത്തിന് സ്കൂളിലെ PTA-യുടെയും സ്റ്റാഫിന്റെയും ഒരു ആദരം നൽകുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പൊന്നാട അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദരവ് നൽകുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെയും അത് നൽകുന്നതിന് വേണ്ടി HM-നെയും ക്ഷണിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ 2024-25 വർഷത്തെ JRC കുട്ടികൾ നമ്മുടെ ഈ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു സംഭാവന നൽകിയിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളിലേക്കും കുടിവെള്ള പദ്ധതി, അതിന്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഈ അനുമോദന ശ്രേണിയുടെ അവസാന ഘട്ടമാണ് നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരുപാട് നീട്ടിപ്പരത്തി നന്ദി പറയുന്നില്ല. നമ്മുടെ ഈ
അനുമോദന ചടങ്ങിന് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീമതി സിനോബിയാണ്. അവരുടെ അസാന്നിധ്യത്തിൽ അവർക്കും അതുപോലെ തന്നെ അധ്യക്ഷം വഹിച്ച നമ്മുടെ PTA പ്രസിഡന്റ് എക്സം, അതിലൊക്കെ ഉപരി നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് സ്കൂളൊക്കെ മാറ്റി നിർത്തി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പൊന്നുമക്കൾ, രക്ഷിതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉപഹാരങ്ങൾ നൽകിയ, പ്രത്യേകിച്ച് എടുത്തു പറയുന്നു മെമ്മറീസ് 94, അതുപോലെ KNCC കുഞ്ഞാപ്പി ഹാജി മെമ്മോറിയൽ എൻഡോമെന്റ് നൽകിയ നാസർ കരിലപ്പാറ, ഷാഹിദ് മെമ്മോറിയൽ ഉപഹാരം നൽകിയ സുലൈഖ ടീച്ചർ, ഇതുപോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അവരുടെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഉപഹാരങ്ങളും അനുമോദനങ്ങളും ഒക്കെ നൽകിയ എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന, അതുപോലെ രക്ഷിതാക്കൾക്കും നമ്മുടെ വിദ്യാർത്ഥിനികൾക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ സെഷൻ, അനുമോദന സെഷൻ ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു.